ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റക്കാർ സ്ഥാപിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി. തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫാണ് കുരിശ് സ്ഥാപിച്ചത്. ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് റവന്യൂ വകുപ്പ് പോലീസിനോട് ആവശ്യപ്പെട്ടു. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് കുരിശ് സ്ഥാപിച്ചെന്ന കുറ്റം ചുമത്തണമെന്നാണ് നിർദ്ദേശം. സാഹചര്യങ്ങൾ വിലയിരുത്താൻ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി സാഗർ ചേരുകയാണ്. സാഗർ, വിവാദമായ കുരിശ് പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. പക്ഷേ നടപടികൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിമിനൽ കേസ് എടുക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഉന്നതതല യോഗം ചേരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഇടുക്കി പരുന്തുംപാറയിൽ അനധികൃതമായി സ്ഥാപിച്ച കുരിശ് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആരംഭിച്ചത്. ഇപ്പോൾ കുരിശ് പൊളിച്ചു നീക്കുന്ന നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കുരിശ് മറിഞ്ഞു വീഴുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാം. തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫാണ് അനധികൃതമായി കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചത്. ഇവിടെയുള്ള 4 നിലയുള്ള 5 കെട്ടിടങ്ങളാണ് സജിത് ജോസഫിനുള്ളത്. ഇതും അനധികൃതമാണ്. ഇതിന് സമീപമായിട്ടായിരുന്നു കുരിശ് സ്ഥാപിച്ചത്. ഇന്ന് രാവിലെ ഈ വാർത്ത മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്ന ഉടൻ തന്നെ റവന്യൂ വകുപ്പ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പീരുമേട് എല്ലാ തഹസിൽദാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുരിശ് പൊളിച്ചു നീക്കാനുള്ള നടപടികൾക്കായി എത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ഈ കുരിശ് ഇവിടെ സ്ഥാപിച്ചത് കയ്യേറ്റം സംരക്ഷിക്കുന്നതിനുള്ള നടപടിയായിട്ടായിരുന്നു കുരിശ് സ്ഥാപിച്ചതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇവിടെ അനധികൃത നിർമ്മാണങ്ങൾക്ക് ഉൾപ്പെടെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. സ്ഥലത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം മറികടന്നായിരുന്നു ഇവരുടെ കുരിശ് നിർമ്മാണം. ഈ കുരിശാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ സമീപത്തുള്ള അനധികൃതമായി പണിതിട്ടുള്ള കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ നാളെ മുതൽ സർവേ ആരംഭിക്കും. ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇത് സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നിലവിൽ ഏകദേശം 10 അടിയോളം ഉയരമുള്ള കുരിശാണ് ഇന്ന് പൊളിച്ചു നീക്കിയത്. ഇതുകൂടാതെ ഈ കുരിശ് നിൽക്കുന്നത് മഞ്ചുമല വില്ലേജിലെ 441 സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന ഭാഗത്താണ്. ഇത് രേഖകളിൽ സർക്കാർ ഭൂമിയാണ്. ഇവിടെ തന്നെയാണ്, ഇതിന് സമീപത്ത് തന്നെയായിട്ടാണ് ഈ 4 നിലയുള്ള 5 കെട്ടിടങ്ങളും തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ള നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. രേണുക, ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കയ്യേറ്റത്തിന് മറ പിടിക്കാൻ നിർമ്മിച്ച ആ കുരിശ് പൊളിച്ചു നീക്കിയിരിക്കുന്നു. ക്രിമിനൽ കേസെടുക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ റവന്യൂ വകുപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം നടപടികളും ഉണ്ടാകും. തുടർ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്താനായി ഉന്നതതല യോഗം റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയാണ്. അതിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. തിരുമേട്